വാർത്തയിലേക്കാണ്. കളമശ്ശേരി HMDക്ക് സമീപത്തു നിന്നും കണ്ടെത്തിയ മൃതദേഹം കാണാതായ കൊൽക്കത്ത സ്വദേശി സൂരജ് ലാമയുടേതെന്ന സംശയത്തിൽ ഉറച്ച പോലീസ്. DNA പരിശോധനയ്ക്കായി സൂരജ് ലാമയുടെ മകൻ സന്ദർ ലാമ കേരളത്തിലെത്തി. കഴിഞ്ഞ ദിവസമായിരുന്നു HMDക്ക് സമീപമുള്ള കുറ്റിക്കാട്ടിൽ ജീർണിച്ച നിലയിൽ മൃതദേഹം കണ്ടെത്തിയത്. ലാമയെ കാണാതാകുമ്പോൾ ധരിച്ചിരുന്ന വസ്ത്രങ്ങളോട് സാമ്യമുള്ളതാണ് മൃതദേഹത്തിൽ കണ്ടെത്തിയത്. കുറഞ്ഞത് 1.5 മാസമെങ്കിലും പഴക്കമുണ്ട് മൃതദേഹത്തിനെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. കുവൈത്ത് വിഷമദ്യ ദുരന്തത്തിൽ കണ്ണിന് കാഴ്ച നഷ്ടപ്പെട്ട ലാമയെ അധികൃതർ കൊച്ചിയിലേക്ക് നാട് കടത്തുകയായിരുന്നു. കൊച്ചി വിമാനത്താവളത്തിൽ നിന്ന് കാണാതായ ലാമയ്ക്കായി ഹൈക്കോടതി നിർദ്ദേശപ്രകാരമുള്ള അന്വേഷണം നടക്കുന്നതിനിടെയാണ് ലാമയുടേതെന്ന് സംശയിക്കുന്ന മൃതദേഹം കണ്ടെത്തിയത്. കഴിഞ്ഞ ദിവസമായിരുന്നു ഇത്തരത്തിൽ HMDക്ക് സമീപമുള്ള കുറ്റിക്കാട്ടിൽ നിന്ന് ഒരു ജീർണിച്ച നിലയിലുള്ള മൃതദേഹം പോലീസ് കണ്ടെത്തുന്നത്. ഈ സാഹചര്യത്തിലാണ് കണ്ടെത്തലുകളുടെ സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ ലാമയുടെ മൃതദേഹമാണോ എന്നുള്ള ഒരു സംശയത്തിലേക്ക് പോലീസ് എത്തിച്ചേരുന്നത്. ലാമയെ കാണാതാകുമ്പോൾ ധരിച്ചിരുന്ന വസ്ത്രങ്ങളോട് സാമ്യമുള്ളതാണ് മൃതദേഹത്തിൽ കണ്ടെത്തിയതെന്നാണ് പോലീസ് അറിയിക്കുന്നത്. കുറഞ്ഞത് 1.5 മാസമെങ്കിലും മൃതദേഹത്തിന് പഴക്കമുണ്ടെന്നാണ് പോലീസിന്റെ നിഗമനം. കുവൈത്ത് വിഷമദ്യ ദുരന്തത്തിലാണ് ഇത്തരത്തിൽ കണ്ണിന് കാഴ്ച നഷ്ടപ്പെട്ട ലാമയെ അധികൃതർ കൊച്ചിയിലേക്ക് നാട് കടത്തുന്നത്. പിന്നീട് കൊച്ചി വിമാനത്താവളത്തിൽ നിന്ന് കാണാതായ ലാമയ്ക്കായി ഹൈക്കോടതി നിർദ്ദേശപ്രകാരമുള്ള അന്വേഷണമൊക്കെ നടക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു മൃതദേഹം കണ്ടെത്തിയിരിക്കുന്നത്. ലാമയുടേതാണോ ഈ മൃതദേഹം ഉള്ള കാര്യത്തിലാണ് പോലീസിന് സംശയമുള്ളത്. ലാമയുടെ മകൻ ഇപ്പോൾ കൊച്ചിയിൽ എത്തിയിട്ടുണ്ട്. ഇനി DNA പരിശോധന അടക്കം പൂർത്തിയാക്കിയതിനു ശേഷം മാത്രമായിരിക്കും ഈ മൃതദേഹം ലാമയുടെ ആണോ എന്ന് തന്നെ തിരിച്ചറിയാൻ സാധിക്കുകയുള്ളൂ. എങ്കിലും ലാമയുടെ മൃതദേഹമാണ് എന്നുള്ള കാര്യത്തിലാണ് ഇപ്പോൾ ആ ഒരു സംശയത്തിൽ തന്നെയാണ് പോലീസ് ഉള്ളത്. ഇനി DNA പരിശോധന പൂർത്തിയാക്കിയതിനു ശേഷമായിരിക്കും ഈ ഒരു കാര്യത്തിൽ വ്യക്തത വരികയുള്ളൂ. ഇന്നലെയാണ് ഇത്തരത്തിൽ കളമശ്ശേരി HMDക്ക് സമീപത്തു നിന്നും ഇത്തരത്തിലൊരു മൃതദേഹം കണ്ടെത്തുന്നത്. സൂരജ് ലാമയുടേതാണെന്ന പ്രാഥമിക നിഗമനത്തിൽ തന്നെയാണ് പോലീസ്.